ദൈവത്തിൻ്റെ കരുണയും കരുതലും അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടറിഞ്ഞ നിമിഷങ്ങൾ, ജീവിതത്തിലെ ചെറുതും വലുതുമായ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുന്ന ദിനങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ പ്രചോദനമാകാനും പ്രതീക്ഷയും പ്രത്യാശയും ജീവിതങ്ങളിൽ നിറയാനും ഷാലോം TV ഒരുക്കുന്നു ഇറ്റ്സ് ഗോഡ്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ദൈവത്തിൻ്റെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സൃഷ്ടികൾ കാണാൻ പറ്റും. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കർത്താവ് ഓരോന്നിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണ് ഇരിക്കേണ്ടടുത്ത് കണ്ണ്, ചെവി ഇരിക്കേണ്ടടുത്ത് ചെവി, അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കർത്താവ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒത്തിരിയേറെ പ്രക്രിയകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം വലിക്കുന്നത്, കണ്ണ് ചിമ്മുന്നത്, ഹൃദയമിടിക്കുന്നത്, ഇതൊന്നും നമ്മളൊന്നും ഒരിക്കലും അറിയുന്നു പോലുമില്ല. ഇതിലേതെങ്കിലും ഒരു അവയവം ഒന്ന് പ്രവർത്തനം നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന നമ്മുടെ ഒത്തിരിയേറെ പ്രക്രിയകളുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ചെറിയൊരു തടസ്സം സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ കണക്കാക്കുള്ളൂ. നമുക്കൊരു ചെറിയ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഈ ഫ്ലോറിൽ അവരെത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ടൊന്ന് വെൽക്കം ചെയ്യാം. ബെഞ്ചമിൻ ഷെയർ ചെയ്തപ്പോഴാണെങ്കിലും പറഞ്ഞു അപ്പച്ചൻ എപ്പോഴും ഒരു പെട്ടി തൂക്കിയാണ് നടന്നുകൊണ്ടിരുന്നതെന്ന്. സ്ലീപ്പ് ആപ്പ് മെഷീൻ അല്ലേ? 2007 അപ്പച്ചന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അമ്മച്ചി പറയണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 7 വയസ്സ് 8 വയസ്സ് ആ ഒരു പ്രായമാവും. അപ്പോൾ അപ്പച്ചന് അന്ന് എനിക്ക് ഒരു ബാഗായിട്ട് തൂക്കിക്കൊണ്ടാ വരാം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ്. എൻ്റെ അടുത്ത് ബോബൻ ശ്വാസം മുട്ടും അതേപോലെ ഷുഗറുമായിട്ട് പലപ്പോഴായിട്ട് വരാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ 2007 മുതൽ ചികിത്സിച്ചു വരികയാണ്. അദ്ദേഹം ശ്വാസം കഴിക്കാൻ രാത്രി പ്രത്യേകിച്ച് ശ്വാസം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ പല ഹോസ്പിറ്റലുകളിലും പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സ നേടിയിട്ടുണ്ട്. അങ്ങനെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് MI ഹോസ്പിറ്റൽ ഡോക്ടർ വർഗീസ് പഞ്ഞിക്കാരനെ കണ്ട് അവിടെ നിന്ന് അമല ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവരവിടെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റും മറ്റും നടത്തി. എന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ അമൃതയിലേക്ക് റെഫർ ചെയ്തത്. അമൃതയിൽ വെച്ച് പോളിസ്മോഗ്രാഫ് ടെസ്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹത്തിന് സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ OSA എന്ന് പറയുന്ന രോഗം ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ അവിടെ നിന്ന് അവർ നിർദ്ദേശിച്ചത് CPAP എന്ന ഉപകരണമാണ്. ആ ഉപകരണം വെച്ചുകൊണ്ട് രാത്രി വളരെ ബുദ്ധിമുട്ടി ഉറങ്ങേണ്ട ഒരു സ്ഥിതിയാണുള്ളത് ഉണ്ടായിരുന്നത്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇത് വെച്ചാണ് എല്ലാ രാത്രിയും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് പകൽ ഉറങ്ങുകയാണെങ്കിലും രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും ഈ മെഷീൻ വെച്ചേ ഉറങ്ങാൻ പാടുള്ളൂ. അങ്കിളിന് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നോ? ആദ്യമെല്ലാം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം നമുക്ക് കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു. കാരണം ഇത് വയ്ക്കുന്ന കാരണം ഒരു തടസ്സമാണ് ഉറങ്ങാനായിട്ട്. പക്ഷെ നമുക്ക് ഇതില്ലാതെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഉറക്കം കുറവായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഇത് വെച്ച് നമ്മൾ സാവധാനം അത് ഉറങ്ങിപ്പോകും, സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുവാണല്ലേ. ഇത് നമ്മൾ വെച്ചിട്ടുണ്ടോയെന്ന് പോലും നമുക്കത് അറിയാൻ പറ്റില്ല. സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് ലൂസ് അനുഭവപ്പെടും. അപ്പോൾ അതിൽ നിന്ന് എയർ പോകുമ്പോഴാണ് നമുക്ക് അറിയാം അത് ലൂസായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞിട്ട് അത് രണ്ടാമത് ക്ലിയർ ചെയ്ത് കിടന്നുറങ്ങും. അങ്ങനെയാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാ അങ്കിൾ പറഞ്ഞു? ഇതിന്റെ റെസ്പിറേറ്ററി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് ഓൺ ചെയ്യാനും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ
പ്രവർത്തിക്കും. ഇതിൽ നമ്മൾ എന്തോരം പ്രഷർ ഇതിൽ നിന്ന് വരണമെന്ന് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെയാണ് പ്രഷർ വരുന്നത്. ആ പ്രഷർ ഉപയോഗിച്ചാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഓക്സിജൻ്റെ ട്യൂബ് വികസിക്കും. അങ്ങനെയാണ് നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുന്നത്. ചുരുങ്ങി പോകുമായിരുന്നല്ലേ ട്യൂബ്, ഓക്സിജൻ ട്യൂബ് ചുരുങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെയാണ് നമ്മൾ രാത്രി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റിരുന്നത്. ഈ മെഷീൻ വെച്ചത് പിന്നെ നമുക്ക് അങ്ങനെ ഞെട്ടി എനിക്കലുണ്ടായിട്ടില്ല. നമുക്ക് ഇതിൻ്റെ പ്രഷർ കൊണ്ട് നമ്മൾ ഓക്സിജൻ്റെ ട്യൂബ് വികസിക്കുന്നു, നമുക്ക് കൃത്യമായ ഓക്സിജൻ കിട്ടുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ വെച്ചിരുന്നത്. രാത്രിയൊക്കെ പപ്പയുടെ അപ്പച്ചൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ രാത്രിയൊക്കെ അപ്പച്ചൻ്റെ മുറി കയറാൻ നല്ല പേടിയായിരുന്നു. കാരണം അപ്പച്ചനെ ഇത് വെച്ച് കിടക്കുമ്പോൾ പണ്ടൊക്കെ പോകുമ്പോൾ ചെറിയൊരു പേടി, കാരണം മാസ്ക് അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ആശുപത്രിയിലൊക്കെയാണ് ഞാൻ അത് കണ്ടേക്കണേ. അമ്മയുടെ കൂടെ ആശുപത്രിയിൽ അമ്മച്ചി നേഴ്സായ കാരണം ഇടയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കും വീട്ടിൽ പോർക്കടിക്കുമ്പോൾ. അപ്പോഴാണ് ഇതൊക്കെ കണ്ടേക്കണം, ഓക്സിജൻ സിലിണ്ടേഴ്സും ഇങ്ങനെ മാസ്കും ഒക്കെ. പക്ഷെ അത് വീട്ടിൽ ഇങ്ങനെ അപ്പച്ചൻ വെച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്നതുപോലെ അപ്പോൾ ഒരു ചെറിയൊരു പേടിയായി. അപ്പോൾ സാധാരണ അപ്പച്ചൻ്റെ മുറിക്ക് പണ്ട് അങ്ങനെ ഒന്നും പോവാറില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ വെച്ച് കിടക്കണം. അപ്പോൾ അമ്മച്ചി എന്തോ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് അമ്മച്ചി ഇതെല്ലാം പറഞ്ഞു തന്നെ. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിഞ്ഞ കാരണം അതിന്റെ കോൺസിക്വൻസസ് മര്യാദയ്ക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങി. ഇപ്പോഴാണ് അതിന്റെ ശരിക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. അന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ മാസ്ക് വെച്ച് കിടക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് വരാ, ബ്രെയിനിക്ക് ഓക്സിജൻ എത്താണ്ട് വരാ, മരിക്കാനുള്ള ചാൻസ്, മരണമുള്ള വേർഡ് കേൾക്കുമ്പോഴേ അപ്പൊ പേടിയായി. അതെ, അതും അപ്പച്ചന്റെ കാര്യത്തിലാകുമ്പോ നമ്മൾ ഒരു കൺസേൺ ഭയങ്കരമാണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെയായിട്ട് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അമ്മച്ചി പറഞ്ഞപ്പോഴും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ടെസ്റ്റിനൊക്കെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അത് സിമ്പിളായിട്ട് എടുത്തുള്ളൂ. ഓക്കെ എന്തെങ്കിലും ശ്വാസത്തിൻ്റെ ചിലപ്പോൾ വല്ല കാര്യങ്ങളൊക്കെ ആവുള്ളൂ. പിന്നെയാണ് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമാണ് അപ്പച്ചൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണേന്നൊക്കെ. ശരിക്കും ഞാൻ അപ്പച്ചൻ ഇപ്പോൾ TV ഒക്കെ കാണുമ്പോൾ അപ്പച്ചൻ കിടന്നുറങ്ങാറുണ്ട്. അപ്പം ഞാൻ അപ്പച്ചനോട് പറയും ഓക്കെ ബെഡിൽ പോയി കിടന്നൂടെ, അല്ലെങ്കിൽ കഴുത്തൊടിയെന്നൊക്കെ ഞാൻ പറയും അപ്പച്ചനോട്. പക്ഷെ ഇതാണ് എനിക്ക് ഇപ്പോൾ കാര്യം എന്നാണ് കുറച്ച് മുമ്പ് മനസ്സിലായി. അപ്പോൾ ഞാൻ വെറുതെ അപ്പച്ചൻ അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു. വളരെ നിഷ്കളങ്കമായ ഒരു കമന്റാണ് വന്നത്. അപ്പച്ചൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലേ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് വന്നത്. നമ്മൾ ടൂർ പോകുമ്പോൾ നൈറ്റിൽ ഈ മെഷീൻ ഉപയോഗിക്കണം, ബസ്സിലിരുന്നിട്ടാണ് ഉപയോഗിക്കുക. അതുമാതിരി നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ പൂനെയിലാണ്, ആളവിടെ പോയപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ടൂർ പോയിരുന്നു. വലിയൊരു മലയുടെ മുകളിൽ ഞങ്ങൾ കയറിയപ്പോൾ എനിക്ക് വാസ്തവം പറഞ്ഞാൽ കുറച്ച് ദൂരമേ കയറാൻ പറ്റിയുള്ളൂ. എനിക്ക് ശ്വാസതടസ്സം വന്നു. ആ ഒരു യാത്രയെക്കുറിച്ച് കൂടുതൽ പറയാൻ അങ്കിളുടെ ചേട്ടനും വൈഫും ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് കാണാം. എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് ബോവൻ. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് പൂനെയിലാണ് താമസിച്ചിരുന്നത്. അവർ 3-4 കൊല്ലം മുന്നാണ് തോന്നുന്നുണ്ട് പൂനെയിൽ വന്നിരുന്നു വീട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മെഷീനും കൊണ്ടാണ് ബോവൻ വരാറ്. അവർക്ക് ബോവന് രാത്രി ഉറങ്ങണമെങ്കിൽ ഈ മെഷീൻ്റെ സഹായം വേണം. പിന്നെ അവിടെ വെച്ച് ലോണാവാലയിൽ ഒരു ഹില്ല് കാണാൻ പോയിരുന്നു. അപ്പോൾ ബോവൻ പറഞ്ഞിരുന്നു അവൻ പോയിരുന്ന് താഴെ നിന്നു മക്കളും ഭാര്യയ്ക്ക് കൂടി മോളിൽ പോയിരുന്നു പറഞ്ഞു. അന്നൊന്നും ഞാൻ അത്ര കാര്യമൊക്കെ എടുത്തിരുന്നില്ല. പിന്നെ അവർ തിരിച്ചു പോകുന്നു, ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ ലോണാവാല. എല്ലാവരും ഒരുമിച്ചാണോ പോയിരുന്നത്? ഒരുമിച്ചാണ് പോയത്, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. വല്ലാത്ത വിഷമമായോ? അല്ല ശരിക്കും രാത്രിയിൽ മാത്രമല്ല ശരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കിത് കയറുമ്പോഴേ ശ്വാസം കൂടുതൽ വേണ്ടി വരും. കയറ്റം കയറുന്ന സമയത്ത് ആ നേരത്ത് നമുക്ക് ഓക്സിജൻ കിട്ടാനുള്ള കുറവ് കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത്. ഒത്തിരി ഓൾട്ടിറ്റ്യൂഡ് ഉള്ളൊരു സ്ഥലമൊന്നും അല്ലല്ലോ ലോണാവാല അല്ലേ ശരിക്കും. എന്നിരുന്നാലും നമുക്ക് കയറ്റം കയറുമ്പോൾ നമ്മളെ ഇത് ശരിക്കും വർക്ക് ചെയ്യണം, ഹാർട്ട് ശരിക്കും വർക്ക് ചെയ്യണം. അതിന് ഓക്സിജൻ വേണം. ഓക്സിജൻ്റെ കുറവ് കൊണ്ട് വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മോളിൽ കയറാൻ. അങ്കിളിൻ്റെ ഈ ഒരു CPAP മെഷീനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ എനിക്കൊന്ന് പ്രേക്ഷകർക്കും ഒത്തിരി താല്പര്യം ഉണ്ടാവും. അപ്പം ഡോക്ടർ തന്നെ അതിനെക്കുറിച്ചൊന്ന് അതിൻ്റെ ഒരു യൂസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. CPAP മെഷീൻ അഥവാ അതിൻ്റെ മുഴുവൻ പേര് ഇങ്ങനെയാണ്: കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ തുടർച്ചയായി, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ
അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ ഉയർന്ന അളവിലുള്ള പ്രഷറിലൂടെ വായു എത്തിക്കുന്ന ഒരു മെഷീനും അതിന് വേണ്ട ട്യൂബും മാസ്കിനെയും ഒരുമിച്ച് ചേർത്താണ് നമ്മൾ CPAP മെഷീൻ അഥവാ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെഷീൻ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ ഉയർന്ന തോതിൽ മർദ്ദത്തിൽ ട്യൂബ് വഴി വായുവിനെ നമ്മുടെ മൂക്കിലും വായയിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ പ്രഷറിലുള്ള വായു വരുമ്പോൾ ചുരുങ്ങിക്കിടക്കുന്ന നമ്മുടെ ശ്വാസനാളങ്ങൾ, തൊണ്ടയിലെ ശ്വാസനാളങ്ങൾ അതങ്ങ് വികസിക്കും എന്നുള്ളതാണ്, വികസിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഉറക്കത്തിൽ ഈ വികസിച്ചിരിക്കുന്ന ശ്വാസനാളം അടയാനുള്ള സാധ്യതയും അതുപോലെ ലങ്സിലേക്ക് വായുവിനെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയും തീരെ ഉണ്ടാകില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനുകളെ പൊതുവെ പറയുന്ന പേരാണ് CPAP മെഷീൻ. എങ്കിലും ഇതിൽ തന്നെ ഇന്നിപ്പോൾ നിലവിൽ ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട മെഷീനുകൾ ലഭ്യമാണ്. BiPAP, ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് വെച്ചാൽ പലപ്പോഴും ഈ കണ്ടിന്യൂസ് പ്രഷർ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ മുഖത്ത് ഫീൽ ചെയ്യുക, ശ്വാസനാളത്തിൽ ഫീൽ ചെയ്യുക, അപ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റായ്മ. അപ്പോൾ അവരുടെ പ്രഷർ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും പ്രത്യേക രീതിയിൽ നമുക്ക് ക്രമീകരിക്കാവുന്ന സംവിധാനമുള്ളതിനെ BiPAP എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, ബ്രെയിനിൽ നിന്ന് ശ്വാസം വലിക്കാനുള്ള സംവിധാനം ഇല്ലാത്ത രോഗികളിലെ മെഷീൻ തന്നെ ശ്വാസം വലിക്കാത്ത സമയത്ത് കൊടുക്കുന്ന ST മോഡ്, സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഈ മാസ്കുകൾ തന്നെ ഇന്നിപ്പോൾ പല രീതിയിൽ ലഭ്യമാണ്. മുഴുവൻ മുഖം കവർ ചെയ്യുന്ന മാസ്കുകൾ പലപ്പോഴും നമുക്ക് ഉറങ്ങാനായിട്ട് രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൂക്കിൽ മാത്രം കവർ ചെയ്യുന്ന മാസ്കുകളുണ്ട്. മീശയുടെ രൂപത്തിലുള്ള കുഞ്ഞു മാസ്കുകളുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വലിയ മാസ്കുകൾ ടോളറേറ്റ് ചെയ്യാത്ത ആളുകളിൽ തീർച്ചയായും ഉപകാരപ്പെടാറുണ്ട്. എന്തു തന്നെ ആയാലും സ്ലീപ്പ് അപ്നിയയ്ക്ക് ഇന്ന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്. ഇനിയിപ്പോൾ CPAP മെഷീനോ മറ്റു മെഷീനുകളോ ഒന്നും തന്നെ ഉപകരിക്കാൻ പറ്റാത്ത രോഗികൾ അല്ലെങ്കിൽ തീരെ വർക്ക് ചെയ്യാത്ത രോഗികളിലെ അവസാന ശ്രമം എന്നുള്ള നിലയ്ക്ക് ട്രക്കിയോസ്റ്റോമി, തൊണ്ടയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ ശ്വാസം വലിക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. ഈ ചികിത്സ മറ്റു ചികിത്സകൾ പരാജയപ്പെടുന്നിടത്ത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്കിളിന് ഇതൊരു ലൈഫ് ലോങ് ആയിട്ട് CPAP മെഷീൻ യൂസ് ചെയ്യാന്നുള്ളതല്ലേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത്? ഈ രോഗത്തിന് എന്താ പറയുക, മരുന്നില്ല, ഓപ്പറേഷനില്ല. ഈ മെഷീൻ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണം. എല്ലായിടത്തും പോകണം. എല്ലാ തരത്തിലുള്ള നമ്മൾ ടെസ്റ്റുകൾ ചെയ്തതാണ്. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയധികം റിപ്പോർട്ടുകൾ. കാരണം ഒരു 5 കൊല്ലത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പല ഹോസ്പിറ്റലായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. ഇത്രയധികം ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉണ്ട്. കുറേ അധികം എന്താണെന്ന് അറിയത്തില്ലാഞ്ഞതുകൊണ്ടും കൂടിയാന്ന് തോന്നുന്നല്ലേ ഇത്രയും നിങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായി പോയി. പല ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒത്തിരി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. എന്തോരം ചെലവായിരുന്നു ഇതിനൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓരോ ചെക്കപ്പിനും ചെല്ലുമ്പോഴും അല്ലേ. നല്ല ചെലവുണ്ട്. പിന്നെ നമ്മളെന്നുവെച്ചാൽ ഒരു ഡോക്ടറെ കണ്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മുൻപ് ആ ഡോക്ടറെ ഏത് മരുന്നാണ് കൊടുത്തത്, എന്താണ് പറഞ്ഞതെന്നുള്ളത് അവർക്ക് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കൂടി വന്നത്. പിന്നെ അടുത്ത ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മുമ്പ് കണ്ട ഡോക്ടറെ കൂടി നമ്മൾ ചികിത്സ ചെയ്ത റിപ്പോർട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു കൂടി ഈ റിപ്പോർട്ട് വളരെ അധികമായി. ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇതിന്. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇതൊരു മെഷീനാണ്, എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. ഡോക്ടർ അത് തന്നെ പറയണ്ടായിരുന്നു, ഇത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും മെഷീൻ സ്റ്റോപ്പായാൽ എൻ്റെ കാര്യം പോക്കാവും. പിന്നെ ഈ മെഷീൻ ഉപയോഗിക്കുന്നതിന് ഇതിൻ്റെ പ്രവർത്തനവും നമ്മൾ എത്ര നമുക്ക് ഗുണകരമാണെന്നറിയാൻ ഇതിൽ ചിപ്പുണ്ട്. അത് ഇയർലി നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിച്ച് അത് റെക്കോർഡ് ചെയ്യലും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഇയർലി നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയും ചെയ്യണം ഇയർലി. ഈ ഒരു മെഷീന് ലൈഫ് ലോങ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അത് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചും
കൃത്യമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ ഡോക്ടർക്ക് തന്നെ സാധിക്കുകയുള്ളൂ. ഒരിക്കലെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമോ? കാര്യം ഇത് മുഴുവൻ നേരം നമ്മുടെ ശരീരത്തിൽ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇത് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഡോക്ടർ തന്നെ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് പറയും. നമുക്ക് ഡോക്ടറെ തന്നെ കേൾക്കാം. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഒരു രോഗി, ഇപ്പം ഞാൻ കാണുന്ന രോഗി ഞാൻ സ്ലീപ്പ് അപ്നിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്: ഇതെനിക്ക് മാറിപ്പോകുമോ ഇല്ലയോ എന്നുള്ളത്. ഓരോ രോഗിയെയും നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ ആ രോഗിയുടെ രോഗാവസ്ഥയെ പറ്റിയും സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെപ്പറ്റിയും പഠനം നടത്തി. ഒരു തടി കൂടിയ ആളാണെങ്കിൽ അയാളുടെ അമിതവണ്ണം നിയന്ത്രിക്കുക, മദ്യപാനിയാണെങ്കിൽ വൈകിയുള്ള മദ്യപാനം ഒഴിവാക്കുക, നിർത്തുക, സ്ലീപ്പിംഗ് പിൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരിക എന്നിവയൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് സഹായിക്കും. എങ്കിലും രോഗികളിൽ പലപ്പോഴും തടസ്സത്തിന് കാരണമാകുന്ന ചില അവയവങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ടോൺസിൽ അമിതമായ വലിപ്പമുള്ള ഒരാളാണെങ്കിൽ ടോൺസിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വഴി നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. വളരെ വലിപ്പക്കൂടുതലുള്ള നാക്കുള്ള ആളുകളിലും ചിലപ്പോൾ സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നാവിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനുകൾ ഇന്ന് ലഭ്യമാണ്. മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുള്ള രോഗിയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ ഒരു പക്ഷേ സ്ലീപ്പ് അപ്നിയ മാറാം. ഇങ്ങനെ ഒന്നുമില്ലാത്തൊരാളാണെങ്കിൽ പിന്നെ ചെയ്യാവുന്നുള്ളത് നമുക്ക് സിപാപ്പ് മെഷീൻ, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് വെച്ചാൽ എന്താ, തുടർച്ചയായി ശക്തമായ രീതിയിൽ വളരെ പ്രഷറുള്ള വായു മൂക്കിലൂടെയും വായുവിലൂടെയും നൽകുന്ന മെഷീൻ, അതാണ് സിപാപ്പ് മെഷീൻ. അത് ഘടിപ്പിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ചികിത്സാ രീതി. അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അൾട്ടിമേറ്റ്ലി സിപാപ്പ് മെഷീൻ യൂസ് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പം ആ ഒരു സമയത്ത് ഇത് ഇപ്പോൾ നമുക്ക് അങ്കിളിനെ കാണാം, ഒരു കുഴപ്പമില്ല, ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇത് മാറ്റി വെക്കുക എന്നുള്ളത് അതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയായപ്പോൾ ചികിത്സയൊന്നും ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ദൈവമാണല്ലോ ഏറ്റവും വലിയ വൈദ്യൻ. അപ്പം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ പ്രാർത്ഥനകൾ ധ്യാനങ്ങളൊക്കെ കൂടാൻ തന്നെ തീരുമാനിച്ചു. ജോലിയുടെ ബുദ്ധിമുട്ട് കാരണം ധ്യാനങ്ങളൊന്നും എനിക്കധികം കൂടാൻ പറ്റിയിട്ടില്ല. പക്ഷെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഞങ്ങൾ മുടക്കാറില്ല. കുർബാനയ്ക്ക് പോകലും സ്ഥിരമാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവത്തിനോട് ഒന്നുകൂടെ ചേർന്ന് നിന്ന് എൻ്റെ മക്കളെയും കൂട്ടി നിർത്തി ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ്, ഒരു ബോർഡ് കാണുകയാണ്: നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാണാത്ത അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5. അപ്പോൾ ആ വാക്ക് ഞാൻ വചനം മനസ്സിലിട്ട് ഉരുട്ടി കൊണ്ട് നടന്ന് എന്തായാലും ഈ ധ്യാനത്തിന് പോകണമെന്ന് തന്നെ തീരുമാനിച്ചു, ഭർത്താവിനെയും കൂട്ടിയിട്ട്. അങ്ങനെ പോകാൻ വേണ്ടി ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് വന്നായിരുന്നു ഉറങ്ങും, കാരണം ചേട്ടന് അധികം ഉറക്കം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് സാരമില്ല, എന്നാലും അവിടെ പോയിരുന്നാൽ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയ പോലെ ആൻറ്റി എടുത്തോണ്ട് പോവായിരുന്നു തോന്നുന്നല്ലേ അങ്കിളിനെ? അങ്ങനെ ഞാൻ നിർബന്ധിച്ചു. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയം നോക്കട്ടെ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ ലേറ്റായി. അന്ന് ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഞാൻ തനിച്ച് ബസ് കയറി പോയി. എന്നിട്ട് ആ ധ്യാനം മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, പക്ഷേ അവസാന ഭാഗം വരെ ഞാൻ കേട്ടു. എണീറ്റ് പോരുമ്പോൾ സാബു ബ്രദർ പറഞ്ഞിരുന്ന വചനം ഇതാണ്: നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈ വചനം തന്നെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. സാബു ബ്രദർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ദൈവം സംസാരിച്ചോണം എനിക്ക് തോന്നിയത്, നമുക്ക് നാളെ തൊട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ എന്ന് അപ്പോഴും പറഞ്ഞു. അങ്ങനെ ഇരിക്കലെയാണ് ആ ദിവസം ബസ് സമരമാണ്, ബസ്സില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ധ്യാനത്തിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. സാരമില്ല, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പോയി ഉറങ്ങുമെന്ന് പറഞ്ഞ ആള് ഒന്നും ഉറങ്ങാതെ ഇരുന്ന് ആ ധ്യാനം മുഴുവനും കേട്ടു. എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ധ്യാനം കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി, മനസ്സിനൊരു സുഖം തോന്നി. അങ്ങനെ ആ ധ്യാനം മുഴുവനും തന്നെ കൂടി. അത് കഴിഞ്ഞേച്ച് പിന്നെയാണ് അരിമ്പൂര് പള്ളിയിൽ ഈ ധ്യാനം തന്നെ, ഈ ബ്രദറിൻ്റെ തന്നെ ധ്യാനം വന്നു. ആ ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം തന്നെ പോയി.
അന്ന് പൂനെന്ന് ചേട്ടനും കുടുംബമൊക്കെ വന്നിരിക്കുകയാണ്. അവരെ എല്ലാവരെയും കൊണ്ടുപോയി. പിന്നെ മക്കളും ഉണ്ടായിരുന്നു. ആ പിന്നെ ചേട്ടൻ്റെ പെങ്ങന്മാരെയും എല്ലാവരെയും കൂട്ടി തന്നെ ഞങ്ങൾ പോയത്. പോകുമ്പം സാബു ബ്രദർ പറഞ്ഞിരുന്നു, വരുമ്പോൾ നിങ്ങൾ കരുണക്കൊന്ത, ജപമാല, കുരിശിൻ്റെ വഴി ഇതൊക്കെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നടക്കണമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുക്കം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി തന്നെയാണ് ഞങ്ങളെല്ലാവരും പോയത്. കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ചേട്ടൻ പോയി നിൽക്കും. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ബാക്കി. എല്ലാ ദിവസവും കയ്യപ്പ് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ധ്യാനം കഴിയുമ്പോൾ കയ്യപ്പ് പ്രാർത്ഥനയ്ക്ക് നിന്ന് എല്ലാ ദിവസവും അതിൽ കൂടി പോന്നു. അപ്പോൾ ആ സാബു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അത് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. പോകുമ്പോഴെല്ലാം കൊന്ത ചൊല്ലിയിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഡെയിലി ഈ 5 ദിവസവും നമ്മൾ ധ്യാനത്തിന് കൂടി. ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമുക്ക് അന്നൊന്നും ഒരു ഇത് തോന്നിയില്ല. പിറ്റേ ദിവസം നമുക്ക് ഈ മിഷൻ വയ്ക്കുമ്പോൾ പ്രഷർ കൂടുതൽ വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് മിഷൻ കേടായോ. രണ്ടാമത്തെ ദിവസം അന്ന് ഞാനത് മാറ്റി വെച്ചു. രണ്ടാമത്തെ ദിവസവും ഞാനത് ഓൺ ചെയ്ത് മുഖത്ത് വെച്ചു. പ്രഷർ വന്നു. പ്രഷർ പിന്നെയും കൂടുതൽ വരിക. അപ്പോൾ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം ഇത് തന്നെ, 4 ദിവസം അത് തന്നെ. പിന്നെ ഞാൻ വയ്ക്കാറില്ല മിഷൻ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അസുഖം മാറി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സാബു ബ്രദറിൻ്റെ ധ്യാനം തന്നെ അടുത്ത് മണലൂർ പള്ളിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള മണലൂർ പള്ളിയിലുണ്ടായിരുന്നു. അവിടെ ഞാൻ 5 ദിവസം ധ്യാനം കൂടി. അപ്പോൾ ഞാൻ അവിടെ ഒരു ബ്രദറിനോട് ചോദിച്ചു, മാർട്ടിൻ ബ്രദർ ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ അസുഖം മാറി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം മാർട്ടിൻ ബ്രദർ പറഞ്ഞു, ശരി കുറച്ച് നേരത്തെ പോന്നു, ആ മെഷീനൊക്കെ കൊണ്ടുപോകുന്നു, റിപ്പോർട്ടൊക്കെ കൊണ്ടുപോകുന്നോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ അന്ന് 2 മെഷീൻ ഉണ്ടായിരുന്നു, കേടായത്. അപ്പോൾ ആ 2 മെഷീനും ഈ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് സ്റ്റേജിൽ വന്ന് സാബു ബ്രദറിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ധ്യാനം കൂടി എൻ്റെ വലിയൊരു അസുഖം, ശ്വസിക്കുക ബുദ്ധിമുട്ടുള്ളൊരു രോഗം എനിക്ക് മാറി. ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും ഈ മെഷീൻ മാറ്റിവെക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിന് മരുന്നില്ല, ഓപ്പറേഷനില്ല, ജീവിതകാലം മുഴുവൻ ഈ മെഷീൻ ഉപയോഗിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ അസുഖം എനിക്ക് ദൈവം എടുത്തു മാറ്റി. ഇത് യേശു ചെയ്ത വലിയ സൗഖ്യമാണ്. യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെയാണിത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാബു ബ്രദറിനോട് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ സാബു ബ്രദർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ വെച്ച് സാക്ഷ്യം പറഞ്ഞു. എനിക്കൊന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പറഞ്ഞു തീർത്തെങ്കിലും അതിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ കുറേ കഥകൾ ആൻറ്റിക്ക് ഒത്തിരി ഉണ്ടാവും അല്ലേ? മക്കളെയും കൂട്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോയി കരഞ്ഞതിൻ്റെ ഒരു വിഷമങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ? എപ്പോഴെങ്കിലും ഈശോയോട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? സങ്കടം ഏറ്റവും വലിയ വൈദ്യനാണ്. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി തരണം എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. വാശി പിടിച്ചു അല്ലേ? വാശി പിടിച്ചു. നമ്മൾ 1 നാൾ 2 നാൾ മാത്രമല്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രാർത്ഥന. നമുക്ക് ഇപ്പം മാറും എന്നുള്ളത് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ മാറില്ല എന്നുള്ള, അതായത് ദൈവം നമുക്കിത് മാറ്റി തന്നിട്ടില്ല, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, അതൊന്നും നമുക്ക് വിഷയമായിരുന്നില്ല. മനസ്സിലായി? നമുക്ക് മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളിത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 1 ദിവസം 2 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ദൈവം ചിലപ്പോൾ കേൾക്കണമെന്നില്ല. തുടർച്ചയായുള്ള പ്രാർത്ഥന കൊണ്ട് ഒന്നും മാത്രമാണ് എൻ്റെ ഈ അസുഖം എനിക്ക് മാറ്റി തന്നതെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. വർഷങ്ങളുടെ, ദിവസങ്ങളുടെ അല്ല, വർഷങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. നമുക്ക് മാറ്റി തന്നില്ല എന്ന് ചോദിച്ചിട്ട് നമ്മൾ ദൈവത്തിന് തള്ളി പറയുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്യണില്ല. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് മാറ്റിത്തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോരുന്നത്. അങ്കിളിനൊക്കെ ഇത് മാറ്റി തരണം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വളർത്തി കർത്താവ് അല്ലേ ഒത്തിരി? അത് വളരെ മുമ്പ് തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. കാരണം ഈ മിഷൻ ആദ്യ ദിവസങ്ങൾ വെച്ചിരുന്നപ്പോഴുള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് പിന്നീട് ഇത് വെച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്കില്ല. ഇത് വയ്ക്കുമ്പോൾ നമുക്ക് അറിയണേ ഇല്ല. ഉറക്കത്തിലായാലും എപ്പോഴായാലും നമ്മളത് ശീലിച്ചു പോയി. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇത് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ
മാനസികമായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അത് നമുക്ക് മാറ്റി കിട്ടാൻ ഒരേ ഒരു വഴിയേ അന്ന് നമ്മുടെ മനസ്സിലുള്ളൂ. അത് നമ്മുടെ നല്ലവനായ കർത്താവിൻ്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് അതുകൊണ്ട് മാത്രമേ നമുക്കിത് മാറുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തിനെ മുറുകെ പിടിച്ചു. നമ്മളെന്നും പ്രാർത്ഥനയിൽ ഇതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കുറേ നാളെത്തിയിട്ടും നമ്മൾ പ്രാർത്ഥന മുടക്കിയില്ല, ദൈവത്തിനെ തള്ളി പറഞ്ഞില്ല. ധ്യാനം വന്നതോടുകൂടി നമുക്ക് ഒന്നുകൂടി ഉഷാറായി. ഇതൊരു കുടുംബത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ സാക്ഷ്യപ്പെടുത്തലല്ല. വൈദ്യശാസ്ത്രവും ഇതിന് പിന്തുണ തന്നിട്ടുണ്ട്. നമുക്ക് ഡോക്ടറിൻ്റെ തന്നെ വാക്കുകൾ ഇതൊന്ന് കേൾക്കാം. CPAP ഉപയോഗിച്ച് തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ സാധാരണ ഉപയോഗിക്കാറാണ് പതിവ്. അത് ഈ ബോബൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു അത്ഭുതപൂർവമായ രക്ഷപ്പെടലാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ CPAP ഉപയോഗിക്കുന്നില്ല. സാധാരണ നിലയിൽ 99% രോഗികളിലും CPAP കണ്ടിന്യൂ ചെയ്യും. ഈ രോഗത്തിന് ഓപ്പറേഷനോ മറ്റു മരുന്നുകളോ ഇല്ല. നമ്മളൊരു മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന നിലയിലാണ് നമ്മുടെ നാവ് പുറകിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് CPAP വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേഷ്യൻസിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ബോബൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടായിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശാസ്ത്രത്തിന് ഉത്തരം പറയാനാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. മനുഷ്യബുദ്ധിക്ക് അളക്കാനാവാത്ത കാര്യങ്ങൾ അതിലും അപ്പുറയാണ്. ദൈവം എന്നുള്ളൊരു അത്ഭുത പ്രവർത്തകനെയല്ല ഞങ്ങളിവിടെ പരിചയപ്പെടുത്തിയത്. ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും കരുതലും സ്നേഹവും ഉള്ള ഒരപ്പനെയാണ്. വിശ്വസിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിന്റെ കഥയാണ്. ആൻറ്റി കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. യെസ്, ഇറ്റ്സ് ഗോഡ് അല്ലേ? ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ജീവിതങ്ങളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.